Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിനും ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും പിന്നെ കേരള PSCയുടെ എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്നത് അതേ ടോപ്പിക് തന്നെയാണ്, സർവേ. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്നത് സർവേയിങ്ങിൽ വന്നിട്ട് ചെയിൻ സർവേ ആണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ചെയിനിങ് ആണ് നോക്കിയത്, ചെയിനിങ് അല്ല, ഇത് വന്ന് ചെയിൻ സർവേ ആണ്. ഓക്കെ, ചെയിനിങ്ങിൽ നിന്ന് എടുക്കുന്ന സർവേ ആണ് ചെയിൻ സർവേ. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ചെയിൻ സർവേയിങ്ങിൽ മെത്തേഡ്സ് ഓഫ് ലാൻഡ് സർവേയിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചെയിൻ ട്രയാങ്കുലേഷൻ, വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ, ചെയിൻ ആംഗിൾ, ബേസിക് ഡെഫിനിഷൻസ്, സർവേ സ്റ്റേഷൻസ്, സർവേ ലൈൻ, offsets, number of offsets, field work, field book, instrument for setting out right angles. ഇതെല്ലാമാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് ലാൻഡ് സർവേയിങ് കാണുന്നത്. ഓക്കെ, ചെയിൻ സർവേയിങ് ഒരു ടൈപ്പ് ഓഫ് സർവേയിങ് ആണ്. അതിൽ ലീനിയർ മെഷർമെന്റ്സ് മാത്രമേ ചെയ്തുള്ളൂ. മീൻസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ചെയിൻ വെച്ചിട്ടാണ്. പക്ഷെ ഇതിൽ ആംഗുലർ മെഷർമെന്റ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയിനിങ് എന്താണെന്ന് പഠിച്ചു. അവിടെയൊന്നും നമ്മൾ ആംഗുലാർന്ന് യൂസേ ചെയ്യുന്നില്ല. ഒപ്റ്റിക്കൽ മെഷർമെന്റ്സിൽ വന്നിട്ട് നമ്മൾ തിയോഡലൈറ്റ്, ടാക്കിയോമീറ്റർ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ആംഗുലർ മെഷർമെന്റ്സ് എടുക്കുന്നത്. ഓക്കെ, പക്ഷെ ചെയിൻ സർവേയിൽ വന്നിട്ട് ആംഗുലർ മെഷർമെന്റ്സ് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ മെത്തേഡ്സ് ഓഫ് ലാൻഡ് സർവേയിങ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കുലേഷനും ട്രാവേഴ്സിങ്ങും. ആദ്യം നമുക്ക് ട്രയാങ്കുലേഷൻ കാണാം. പ്രിൻസിപ്പിൾ വന്നിട്ട് ട്രയാങ്കുലേഷൻ ആണ്. ട്രയാങ്കുലേഷൻ എടുക്കുമ്പം നമുക്ക് തരുന്ന ഏരിയ എങ്ങനെയാണ് സർവേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഏരിയ വന്നിട്ട് നമ്മൾ ട്രയാങ്കിൾസ് ആയിട്ട് ആദ്യം വന്നിട്ട് വലിയൊരു ഫീൽഡ് എടുക്കുക. ആ ഫീൽഡ് നമ്മൾ ഒരു വലിയൊരു റെക്ടാങ്കിൾ ആയിട്ട് എടുത്തിട്ട് ആ ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ വേറെ ഏത് ഷേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, ട്രപ്പീസി ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാം വന്നിട്ട് ഒരു ഓരോ ട്രയാങ്കിൾ ആക്കി മാറ്റണം. ഓക്കെ, അത് വന്നിട്ട് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ആയിരിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ട്രയാങ്കിളുടെ ഓരോ സൈഡ്സും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യണം. ഓക്കെ, വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്താന്ന് കാണാം. ഓക്കെ, ഒരു ബെസ്റ്റ് വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾസ് എടുക്കുമ്പോൾ ഒരു ട്രയാങ്കിളിലെ ആംഗിൾസ് വന്നിട്ട് 30 ഡിഗ്രിനേക്കാളും കുറയാൻ പാടില്ല. അതുപോലെ തന്നെ 120 ഡിഗ്രിനേക്കാളും കൂടാൻ പാടില്ല. അതിന് പറയുന്ന പേരാണ് വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ വെൽ പ്രൊപ്പോർഷൻഡ് ട്രയാങ്കിൾ. ഓക്കെ, ബെസ്റ്റ് കണ്ടീഷൻ ട്രയാങ്കിൾ പറയുന്നതാണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, chain traversing opposes the fundamental principle of surveying, that is work from whole to part due to the use of chain angle. Okay, ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എടുക്കുമ്പം ഫസ്റ്റ് വന്നിട്ട് ഹോളിൽ നിന്ന് നമ്മൾ പാർട്ടിലോട്ട് എടുക്കുമല്ലോ. അപ്പോൾ ഹോളിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞ് അത് ഒരു വലിയൊരു ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഇത് വന്നിട്ട് ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് പിന്നീട് സബ് ഡിവൈഡ് എല്ലാം ചെയ്യും. ഓക്കെ, അപ്പം ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ ആയിട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ആംഗിൾസ് 30 ഡിഗ്രിനേക്കാളും കൂടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ വന്നിട്ട് കുറയാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ 120 ഡിഗ്രിനേക്കാളും കൂടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ചെയിൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ ഡിസ്റ്റൻസ് വഴി ആംഗിൾസ് മെഷർ ചെയ്യുന്നതിന് പറയുന്നതാണ് ചെയിൻ ആംഗിൾ. ഓക്കെ, ബേസിക് ഡെഫിനിഷൻസ് പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന ലൈനാണ് ബേസ് ലൈൻ. ബേസ് ലൈനിനേക്കാളും ചെറിയ ലൈൻസ് ആണ് വന്ന് സബ്സിഡറി ലൈൻസ് ആണ് നമ്മുടെ ഏറ്റവും അപ്പെക്സിൽ നിന്ന് വന്നിട്ട് നമ്മൾ ചെയിൻ ലൈനിലോട്ട് എടുക്കുന്ന ഓഫ്സെറ്റ് ലൈൻ വന്നിട്ട് സബ്സിഡറി ലൈനാണ്. ഓക്കെ, ടൈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡറി ലൈനേക്കാളും ചെറിയ ലൈനാണ് വന്ന് ടൈ ലൈൻ. ടൈ ലൈൻ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സിഡറി ലൈൻ ചിലപ്പോൾ നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വന്നിട്ട് അളക്കാൻ വേണ്ടിയിട്ടാണ് ടൈ ലൈൻ യൂസ് ചെയ്യുന്നത്. ചെക്ക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഈ സബ്സിഡറി ലൈനും ബേസ് ലൈനും എല്ലാം കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻ സർവേ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൗണ്ടറീസ് ഉണ്ടല്ലോ,
മീൻസ് നമ്മൾ സർവേ ചെയ്യുന്ന ബൗണ്ടറീസ്, ആ ബൗണ്ടറീസ് ആണ് വന്നിട്ട് മെയിൻ സർവേ ലൈൻ. ഓക്കെ, അടുത്തത് വരുന്നതാണ് സർവേ സ്റ്റേഷൻസ്. സർവേ സ്റ്റേഷനിൽ വന്നിട്ട് രണ്ടെണ്ണം ഉണ്ട്, മെയിൻ സർവേ സ്റ്റേഷൻസും സബ്സിഡറി ഓർ ടൈ സ്റ്റേഷൻസും. ഓക്കെ, മെയിൻ സർവേ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റായിട്ട് മെയിൻ സർവേ ലൈൻ എടുക്കൂലേ, അതിൻ്റെ പോയിന്റ്സ് എടുക്കുന്ന, മീൻസ് അതിൻ്റെ എൻഡ് പോയിന്റ്സ് വന്നിട്ട് പറയുന്നതാണ് മെയിൻ സർവേ സ്റ്റേഷൻസ്. ഓക്കെ, അത് വന്നിട്ട് നമ്മൾ ചെയിൻ എടുക്കൂലേ, ഫസ്റ്റ് ബിഗിനിങ് എടുക്കുന്ന ലൈൻ തൊട്ട് ലാസ്റ്റ് എടുക്കുന്ന ലൈൻ വരയ്ക്കും, എൻഡ് എടുക്കുന്ന ലൈൻ വരയ്ക്കും വരുന്ന പോയിന്റ്സിന് പറയുന്നതാണ് മെയിൻ സർവേ സ്റ്റേഷൻസ്. അതിൻ്റെ ഒരു ജിഫ് കാണിച്ചു തരും. ഓക്കെ, സബ്സിഡറി ടൈ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്റ്റേഷൻ അല്ലാത്ത പോയിന്റ്സ് എല്ലാം വന്നിട്ട് സബ്സിഡറി അല്ലെങ്കിൽ ടൈ സ്റ്റേഷൻസ് വരും. ഓക്കെ, ഇത് ജിഫാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ ഫ്ലാഗ് എല്ലാം വെച്ചിരിക്കുന്നില്ലേ, അത് ട്രയാങ്കിൾ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നല്ലോ, അതാണ് വന്നിട്ട് മെയിൻ സ്റ്റേഷൻസ്. ആദ്യം നിന്ന് എടുക്കുന്ന ലൈനിന് പറയുന്നതാണ്, ലൈനിൽ എടുക്കുന്നതാണ് മെയിൻ സർവേ ലൈൻ. ഓക്കെ, ഓ കണ്ടോ, ഓ എന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ, ഇടയ്ക്ക് വന്നിട്ട് സബ്സിഡറി സ്റ്റേഷൻസ് ആണ്, അതാണ് ഓ. ഓക്കെ, ആ ലൈൻ വന്നിട്ട് പിന്നെ വന്നിട്ട് രണ്ട് ലൈൻ കണ്ടോ, അത് സബ്സിഡറി ലൈൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ സബ്സിഡറി ലൈനിന്റെ ചെറുത് വന്നിട്ട് ടൈ ലൈൻ എന്നും പറയും. ഓക്കെ, സർവേ ലൈൻസിൽ വരുന്നതാണ് ബേസ് ലൈൻ, ടൈ ലൈൻ, ചെക്ക് ലൈൻ അല്ലെങ്കിൽ പ്രൂഫ് ലൈൻ. ഓക്കെ, ബേസ് ലൈൻ വന്നിട്ട് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിൻ ലൈനുമാണ് ബേസ് ലൈൻ. ഓക്കെ, റേഞ്ച് ലൈൻ, the distance measured from the point of intersection of range line and chain line at representative corner. Okay, എവിടെയാണോ റേഞ്ച് ലൈൻ്റെയും ചെയിൻ ലൈൻ്റെയും ഇന്റർസെക്ഷൻ നടക്കുന്നത്, ആ റെപ്രസെൻറ്റേറ്റീവ് കോർണറുടെ അനുസരിച്ച് ആ ഡിസ്റ്റൻസിന് പറയുന്നതാണ് റേഞ്ച് ടൈ. അടുത്തത് വരുന്നതാണ് ടൈ ലൈൻ. ടൈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ വന്നിട്ട് ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് സബ്സിഡറി സ്റ്റേഷനിലോട്ട് മാർക്ക് ചെയ്യുന്ന പോയിന്റിന് പറയുന്നതാണ് ടൈ ലൈൻസ്. അതിന് വന്നിട്ട് ചെക്ക് ലൈൻ എന്നും പറയാം. ഓക്കെ, പക്ഷെ എല്ലാ ടൈ ലൈനും ചെക്ക് ലൈനും പറയാം, പക്ഷെ എല്ലാ ചെക്ക് ലൈനും ടൈ ലൈൻ ആവത്തില്ല. ഓക്കെ, പിന്നെ ടൈ ലൈൻ എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഓഫ്സെറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈ ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ചെക്ക് ലൈൻ ഓർ പ്രൂഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ജോയിനിങ് അപ്പെക്സ് ഓഫ് ട്രയാങ്കിൾ ടു സം ഫിക്സഡ് പോയിന്റ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ട്രയാങ്കിളുടെ അപ്പെക്സ് തൊട്ട് ഒരു ഫിക്സഡ് പോയിന്റ് വരയ്ക്ക് വരുന്ന ഡിസ്റ്റൻസിന് പറയുന്നതാണ് ചെക്ക് ലൈൻ. ഈ ചെക്ക് ലൈൻ പ്രൂഫ് ലൈൻ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്യുറസി എത്രയുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ അത് ട്രയാങ്കിളുടെ അപ്പെക്സ് തൊട്ട് രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഒരു ഫിക്സഡ് പോയിന്റ് വരയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചെക്ക് ലൈനും പ്രൂഫ് ലൈനും. ഓഫ്സെറ്റ്സ് വന്നിട്ട് നമ്മുടെ സർവേ ലൈൻ ഉണ്ടല്ലോ, അത് വന്നിട്ട് ലോഞ്ചിറ്റ്യൂഡിന്റെ ഡിസ്റ്റൻസ് ആണ്. ലാറ്ററൽ ഡിസ്റ്റൻസ് അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടോ ഒബ്ലിക് ആയിട്ടോ എടുക്കുന്ന ഡിസ്റ്റൻസിൽ പറയുന്നതാണ് ഓഫ്സെറ്റ്സ്. ഓഫ്സെറ്റ്സ് 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് വന്നിട്ട് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്, 2 വന്നിട്ട് ഒബ്ലിക് ഓഫ്സെറ്റ്, 3 വന്നിട്ട് ഷോർട്ട് ഓഫ്സെറ്റ്, 4 വന്നിട്ട് ലോങ് ഓഫ്സെറ്റ്. ഇപ്പൊ നമുക്ക് ഇതെല്ലാം ഓരോന്നായിട്ട് കാണാം. ഓക്കെ, നമുക്ക് ആദ്യം പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ് എന്താണെന്ന് കാണാം. ഓക്കെ, ഓഫ്സെറ്റ്സ് വന്നിട്ട് റൈറ്റ് ആംഗിൾസ് എടുക്കുകയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ് എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, 2 ആൾക്കാർ വന്നിട്ട് എ ടു ബിയിൽ ഇടയ്ക്ക് വന്നിട്ട് ഓഫ്സെറ്റ് എടുക്കുന്നത്, അത് പെർപെൻഡിക്കുലർ, ആ എ ടു ബിയിലെ ഡിസ്റ്റൻസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എ ടു ബി എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നില്ല. അപ്പോൾ അതിൽ 2 വൈറ്റ് ഫ്ലാഗ് കണ്ടോ, അതാണ് എ ടു ബി. ഓക്കെ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുന്നതിന് പറയുന്നതാണ് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്. ഓക്കെ, അതിനൊരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ബിൽഡിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്, അത് പ്ലെയിൻ ഗ്രൗണ്ട് ആണ് ജിഫിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ബിൽഡിംഗ് വഴി ചെയിനിൽ നിന്ന്
പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് പറയുന്നത് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്. ഓക്കെ, ഒബ്ലിക് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾസ് ഒക്കെ ഇതിൽ പെർപെൻഡിക്കുലർ ആയിരിക്കത്തില്ല. ഓക്കെ, ചെറിയ ഒരു ആംഗിളിൽ ഇൻക്ലിനേഷൻ ഉണ്ടാവും, പക്ഷെ എന്തായാലും റൈറ്റ് ആംഗിൾ അല്ല. അതിന് പറയുന്നതാണ് ഒബ്ലിക് ഓഫ്സെറ്റ്സ്. കണ്ടോ, അയാൾ എ ടു ബിന്ന് ഡിയിലോട്ട് ഒരു പോയിന്റ് എടുക്കും, രണ്ടുപേരും കൂടി ചേർന്നിട്ട്. കണ്ടോ, അതാണ് ആ കല്ലിൻ്റെ അവിടെ ഒരാൾ നിൽപ്പുണ്ട്. അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലായിരിക്കും, ഞാൻ എടുത്തിരിക്കുന്ന ജിഫ് വന്നിട്ട് ഒരുപാട് ചെറുതായിപ്പോയി. ഇങ്ങനെയാണ് ഒബ്ലിക് ഓഫ്സെറ്റ്സ് ചെയ്യുന്നത്. ബിൽഡിങ്ങിന് കുറച്ച് രണ്ട് ആംഗിളിന് ഇൻക്ലൈൻഡ് ആയിരിക്കും വന്നിട്ട് ഒബ്ലിക് ഓഫ്സെറ്റ്സ്. അടുത്തത് വരുന്നതാണ് ഷോർട്ട് ഓഫ്സെറ്റ്സ്. ഷോർട്ട് ഓഫ്സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്സെറ്റ്സിന്റെ ചെയിനേജ് വന്നിട്ട് 15 മീറ്ററിനേക്കാളും കുറവാണെങ്കിൽ അത് ഷോർട്ട് ഓഫ്സെറ്റ്സ്. ലോങ് ഓഫ്സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്സെറ്റിന്റെ ചെയിനേജ് വന്നിട്ട് 15 മീറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ അതിന് പറയുന്നതാണ് ലോങ് ഓഫ്സെറ്റ്സ്. അടുത്തത് വരുന്നതാണ് നമ്പർ ഓഫ് ഓഫ്സെറ്റ്സ്. നമ്പർ ഓഫ് ഓഫ്സെറ്റ്സിൽ ഫസ്റ്റ് വരുന്നതാണ് സർക്കുലർ സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഈ സർക്കുലർ സ്ട്രക്ചറിൽ നമ്മൾ എങ്ങനെ ഓഫ്സെറ്റ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫ്സെറ്റ് വന്നിട്ട് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിൽ എടുത്തിട്ട് അടുത്തത് വന്നിട്ട് റേഡിയസ് മെഷർ ചെയ്യുമ്പോഴാണ് സർക്കുലർ സ്ട്രക്ചറിൽ നമ്മൾ ഓഫ്സെറ്റ് മെഷർ ചെയ്യുന്നത്. അടുത്തത് വന്നിട്ട് ഹെക്സഗണൽ അല്ലെങ്കിൽ ഒക്ടോഗണലിലാണെങ്കിൽ രണ്ട് ഓഫ്സെറ്റ് വന്നിട്ട് ഒരു സൈഡിലും, പിന്നെ വന്നിട്ട് അതില്ലെങ്കിൽ ചെയിനിൻ്റെ അടുത്ത് വെച്ചിട്ടായിരിക്കും വന്നിട്ട് ഹെക്സഗണൽ അല്ലെങ്കിൽ ഒക്ടോഗണൽ ഓഫ്സെറ്റ് സ്ട്രക്ചേഴ്സിൽ ഓഫ്സെറ്റ് എടുക്കുന്നത്. പിന്നെ സ്ട്രെയിറ്റ് ബൗണ്ടറി വന്നിട്ട് ഒരു ഓഫ്സെറ്റ് വന്നിട്ട് ഓരോ എൻഡിലും ഓരോ ഓഫ്സെറ്റ് എടുത്തിട്ട്, പിന്നെ വന്നിട്ട് ലോങ് ഓഫ്സെറ്റ് കിട്ടണമെങ്കിൽ അഡീഷണൽ ഓഫ്സെറ്റ് എടുക്കണം. ഓക്കെ, ബൗണ്ടറിയിൽ നിന്ന് അഡീഷണൽ ഓഫ്സെറ്റ് എടുക്കണം. ഓഫ്സെറ്റ് വന്നിട്ട് ചെയിനിന്റെ ഓരോ ഡയറക്ഷനിലും എടുക്കണം. ഇറഗുലർ ബൗണ്ടറിയിലാണെങ്കിൽ അത് വന്നിട്ട് സീരീസ് ഓഫ് ലെങ്ത് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെയാണ് നമ്പർ ഓഫ് ഓഫ്സെറ്റ് എടുക്കുന്നത്. പിന്നെ കർവ്ഡ് ബൗണ്ടറിയിൽ വന്നിട്ട് ഓഫ്സെറ്റ് വന്ന് റെഗുലർ ഇന്റർവെൽ എടുക്കുന്നത്. Chainage വന്നിട്ട് at the point of intersection must be noted in case of roads or fence cross the line chain line. Okay, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൗണ്ടറീസിലൊക്കെ വന്നിട്ട് നമ്മൾ റോഡ്സോ എന്തെങ്കിലും ഫെൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് നോക്കിയിട്ട് വേണം ചെയിനേജ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഫെൻസിങ് വന്നിട്ട് ക്രോസ് ചെയ്ത് പോകും. ഓക്കെ, അടുത്തത് വരുന്നതാണ് ഫീൽഡ് വർക്ക്. ഫീൽഡ് വർക്കിൽ വരുന്ന ആദ്യത്തെ സർവേ ആണ് വന്നിട്ട് റെക്കണൻസ് സർവേ. റെക്കണൻസ് സർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിലെ ആദ്യത്തെ പ്രിലിമിനറി ഇൻസ്പെക്ഷൻ ചെയ്യുന്നതാണ് റെക്കണൻസ് സർവേയിൽ ചെയ്യുന്നത്. അതിലാണ് വന്നിട്ട് നമ്മൾ ഇൻഡെക്സ് സ്കെച്ചസ് കീ പ്ലാനും പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യമേ തന്നെ കീ പ്ലാൻ വന്നിട്ട് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യത്തില്ല. ഓക്കെ, നോർത്ത് ഡയറക്ഷൻ വന്നിട്ട് നമ്മുടെ ടോപ്പ് റൈറ്റ് കോർണറിലായിരിക്കും കാണുന്നത്. സാധാരണ നമ്മൾ സർവേയിൽ പ്ലെയിൻ ടേബിൾ സർവേയിലൊക്കെ ചെയ്യുമ്പം നോർത്ത് ഡയറക്ഷനാണ് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സർവേയർ വന്നിട്ട് നോർത്തിൽ നിന്ന് ഫേസ് ചെയ്തിട്ട് വേണം കീ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത പാർട്ടാണ് വന്നിട്ട് മാർക്കിംഗ് സർവേ സ്റ്റേഷൻസ്, പിന്നെ റെഫറൻസ് സ്കെച്ചസ്, പിന്നെ റണ്ണിങ് സർവേ ലൈൻസ് വരുന്നത്. ഓക്കെ, ഓക്കെ അടുത്തത് വരുന്നതാണ് ഫീൽഡ് ബുക്ക്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഡയമെൻഷൻസ് ഉണ്ടല്ലോ, ചെയിനിങ് ടേപ്പിംഗ് ഒക്കെ എടുത്തിരിക്കുന്ന ഡയമെൻഷൻസ് വന്നിട്ട് നമ്മളൊരു ബുക്കിൽ വന്നിട്ട് എഴുതും. ഓക്കെ, ആ ബുക്കിന് പറയുന്ന പേരാണ് ഫീൽഡ് ബുക്ക്. ആ ബുക്കിൻ്റെ കൺവീനിയൻസ് സൈസ് വന്നിട്ട് 20x12 cm ആണ്. സാധാരണ നമ്മുടെ ബുക്കിലൊക്കെ ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നതാണ് ഇത്. ഓരോ എക്സാംസിലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കൺഫേം ആയിട്ട് കാണും. നമ്മുടെ ഫീൽഡ് ബുക്ക് എത്രയാണ് കൺവീനിയൻസ് സൈസ് എന്ന് ചോദിക്കും. അപ്പോൾ അതിന് കൺവീനിയൻസ് സൈസ് വന്നിട്ട് 20x12 cm. ഓക്കെ, ഓരോ ചെയിനും വന്നിട്ട് ഓരോ സെപ്പറേറ്റ് പേജിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ സിംഗിൾ ലൈൻ ഫേസ്ബുക്കും ഉണ്ട്, അല്ല ഫേസ്ബുക്ക് അല്ല ഫീൽഡ് ബുക്കും ഉണ്ട്, ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കും ഉണ്ട്. സിംഗിൾ ലൈൻ ഫേസ്ബുക്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഡയമെൻഷൻ എഴുതാം. ഡബിൾ ലൈൻ ബുക്കിൽ വന്നിട്ട് ഓർഡിനറി വർക്കിനാണ് ഡബിൾ ലൈൻ ബുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ
സിംഗിൾ ലൈൻ ബുക്ക് ഒരുപാട് ലാർജ് ഇൻ സൈസ് ആയിരിക്കും. ഡബിൾ ലൈൻ ബുക്ക് ഓർഡിനറി ബുക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയ ബുക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കുന്നത്, മോസ്റ്റ്ലി വന്നിട്ട് ഡബിൾ ലൈൻ ബുക്കും സിംഗിൾ ലൈൻ ബുക്കും കൺഫ്യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ലൈൻ ബുക്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് വർക്ക്സ് ആയിരിക്കും എഴുതുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ലൈൻ ബുക്കിൽ ഓർഡിനറി വർക്ക്സ് ആയിരിക്കും. കാരണം സിംഗിൾ ലൈനും ഒറ്റ ലൈൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഓപ്ഷൻ ഉണ്ട് ഓർഡിനറി വർക്കിലായിരിക്കും പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഓപ്പോസിറ്റ് ആണ്. ഇതെങ്ങനെ ഓർത്ത് വയ്ക്കുന്നത് പറഞ്ഞാൽ സിംഗിൾ ലൈൻ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ ഒരുപാട് സ്ഥലം കാണും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് ഡയമെൻഷൻ വർക്കിന് അതിന് യൂസ് ചെയ്യും. പിന്നെ ഡബിൾ ലൈൻ ബുക്കിൽ ഒരുപാട് ലൈൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ ഒരുപാട് സ്ഥലം കാണത്തില്ല. അപ്പോൾ അത് നമുക്ക് ഓർഡിനറി വർക്ക്സിന് വേണ്ടി ഡബിൾ ലൈൻ ബുക്ക് യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു ഫീൽഡ് ബുക്ക്. ബേസ് ലൈൻ മാത്രം നമ്മൾ വരയ്ക്കും, ബാക്കി എല്ലാ ലൈൻസും വന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അതിൽ മാർക്ക് ചെയ്ത് വെക്കും. എത്രയാണ് നമ്മൾ എടുത്തതെന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലേ? എൻ്റെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഷുവറായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, അടുത്തത് വരുന്നതാണ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് റൈറ്റ് ആംഗിൾസ്. ഓക്കെ, റൈറ്റ് ആംഗിൾസ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വന്നിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ വന്നിട്ട് പേപ്പറിലൊക്കെ വരയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലൊക്കെ മാക്സിമം വരച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന് വന്നിട്ട് നമ്മൾ സർവേയിൽ യൂസ് ചെയ്യുമ്പോൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഒന്നും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് പറ്റിയ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് കാണാം. ഫസ്റ്റ് വന്ന് ക്രോസ് സ്റ്റാഫ്, സെക്കൻഡ് വന്ന് ഒപ്റ്റിക്കൽ സ്ക്വയർ, തേർഡ് വന്നിട്ട് പ്രിസം സ്ക്വയർ, ഫോർത്ത് വന്നിട്ട് സൈഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് അടുത്ത സ്ലൈഡ് തൊട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് വരുന്നതാണ് ക്രോസ് സ്റ്റാഫ്. ക്രോസ് സ്റ്റാഫ് കുറച്ച് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് വന്ന് ക്രോസ് സ്റ്റാഫ്. റൈറ്റ് ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോസ് സ്റ്റാഫ്സ് യൂസ് ചെയ്യുന്നത്. ക്രോസ് സ്റ്റാഫ് വന്നിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഓപ്പൺ ക്രോസ് സ്റ്റാഫ്, ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്, അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ്. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഓപ്പൺ ക്രോസ് സ്റ്റാഫ് എന്താണെന്ന് കാണാം. ഓപ്പൺ ക്രോസ് സ്റ്റാഫിന്റെ ലെങ്ത് വന്നിട്ട് 1.2 to 1.5 മീറ്റർ ആണ്. അത് വന്നിട്ട് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ക്രോസ് സ്റ്റാഫ്സ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഓപ്പൺ ക്രോസ് സ്റ്റാഫ്സ്. ഓക്കെ, ഈ ഓപ്പൺ ക്രോസ് സ്റ്റാഫ്സിൽ വന്നിട്ട് ഒരു എൻഡിൽ സ്ലിറ്റ് കാണും, ഒരു എൻഡിൽ വയർ കാണും. അപ്പോൾ നമ്മൾ സ്ലിറ്റിൽ നിന്നും വയറിൽ നിന്നും കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് വയറിൻ്റെ ആ സൈഡിൽ വന്നിട്ട് നമ്മൾ കുറച്ച് റേഞ്ചിങ് റോഡ് നിന്നിട്ട് ഒബ്സർവ് ചെയ്യുക. ആ റേഞ്ചിങ് റോഡ് ഒബ്സർവ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ ആളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുക ക്രോസ് സ്റ്റാഫ്. ഈ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡ് ഉണ്ടല്ലോ, ഈ സ്ലിറ്റും അതിൻ്റെ കൂടെ തന്നെ വയറും, ഈ സ്ലിറ്റിൽ കൂടെ ഒരാൾ ഒബ്സർവ് ചെയ്തിട്ട് മറ്റേ കറക്റ്റായിട്ടുള്ള റൈറ്റ് ആംഗിൾസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തുനിന്ന് ഒരാൾ നോക്കിയിട്ട് റേഞ്ചിങ് കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് വന്നിട്ട് ഓപ്പൺ ക്രോസ് സ്റ്റാഫിൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വന്നിട്ട് വരുന്നതാണ് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്. ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് വന്നിട്ട് ഒക്ടോഗണൽ ഷേപ്പ് ആയിരിക്കും ഇരിക്കുന്നത്. ഇത് വന്നിട്ട് മറ്റേ സ്റ്റാഫ് ഓപ്പൺ ക്രോസ് സ്റ്റാഫ് പോലെയല്ല. ഓപ്പൺ ക്രോസ് സ്റ്റാഫിൽ നമുക്ക് 90 ഡിഗ്രി മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫിൽ നമുക്ക് 45 ഡിഗ്രിയും 90 ഡിഗ്രിയും സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്. ഓക്കെ, മേളിൽ ഒരു സ്ലിറ്റിൽ തന്നെ മേളിലെ സ്ലിറ്റ് കാണും, താഴെ വന്ന് വയർ കാണും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എവിടെയാണ് ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫിൽ വന്നിട്ട് നമുക്ക് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ഏത് മാഗ്നിറ്റ്യൂഡിൽ വേണമെങ്കിലും അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ്. ഓക്കെ, അടുത്ത് വരുന്നതാണ് ഒപ്റ്റിക്കൽ സ്ക്വയർ. ഒപ്റ്റിക്കൽ സ്ക്വയർ നമ്മുടെ ക്രോസ് സ്റ്റാഫിൻ്റെ അതേ പർപ്പസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും. ഓക്കെ, ഒപ്റ്റിക്കൽ സ്ക്വയർ വന്നിട്ട് കോമ്പാക്ട് ഹാൻഡ് ഇൻസ്ട്രുമെന്റ്, കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഒപ്റ്റിക്കൽ സ്ക്വയർ. ഒപ്റ്റിക്കൽ സ്ക്വയർ വന്നിട്ട് ഒരു സർക്കുലർ മെറ്റൽ ബോക്സ് ആണ്. അതിൻ്റെ ഡയമീറ്റർ വന്നിട്ട് 5 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ വന്നിട്ട് 2.5
സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ്. പിന്നെ ഇൻഡെക്സ് ഗ്ലാസ് ഉണ്ട്, ഹൊറൈസൺ ഗ്ലാസ് ഉണ്ട്. ഇൻഡെക്സ് ഗ്ലാസ് വന്നിട്ട് ഫുള്ളി സിൽവേർഡ് ആണ്, ഹൊറൈസൺ ഗ്ലാസ് വന്നിട്ട് ഹാഫ് സിൽവേർഡ് ആണ്. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ വന്നിട്ട് ഡബിൾ റിഫ്ലക്ഷൻ ആണ്. ഇൻഡെക്സ് ഗ്ലാസിലെയും ഹൊറൈസൺ ഗ്ലാസിലെയും ഇടയ്ക്കുള്ള ആംഗിൾ വന്നിട്ട് 45 ഡിഗ്രിയാണ്. അത് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇൻഡെക്സ് ഗ്ലാസ് വന്നിട്ട് 105 ഡിഗ്രിയാണ് ഇൻഡെക്സ് ലൈറ്റ് വെച്ച് ഇരിക്കുന്നത്, മീൻസ് അതിൻ്റെ ആംഗിള്. ഒപ്റ്റിക്കൽ സ്ക്വയറിൻ്റെ ഹൊറൈസൺ ഗ്ലാസ് വന്നിട്ട് 120 ഡിഗ്രി ആംഗിളിലാണ് ഉള്ളത്, അത് ഹൊറൈസൺ സൈറ്റിൽ കൂടെ. ഓക്കെ, ഇതാണ് ഒരു ഒപ്റ്റിക്കൽ സ്ക്വയർ. ഒപ്റ്റിക്കൽ സ്ക്വയറിൽ 120 ഡിഗ്രിക്കും പിന്നെ ഹാഫ് സിൽവേർഡും ഹൊറൈസൺ ഗ്ലാസ് പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ട കാര്യം പറഞ്ഞു. ഹൊറൈസണിൻ്റെ ഹെച്ച് ഉണ്ടല്ലോ, ഹാഫിൽ ഹെച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹൊറൈസൺ ഹെച്ച്, ഹാഫ് ഹെച്ച്, അപ്പോൾ ഹെച്ചിലായിരിക്കും തുടങ്ങുന്നത്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ 120 ഡിഗ്രി ഉണ്ടല്ലോ, ഈ 1/2 അല്ലേ വന്നിട്ട് ഹാഫ്, അപ്പം 1/2 നിർത്തും. അപ്പോൾ 1 2 0 ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 120 ഡിഗ്രി കിട്ടും. അപ്പം നമുക്ക് ഹൊറൈസൺ ഹാഫ് 120 ഡിഗ്രി ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം വന്നിട്ട് ഹൊറൈസൺ ഗ്ലാസിൻ്റെ ആംഗിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻഡെക്സ് ഗ്ലാസ്. ഇൻഡെക്സ് ഗ്ലാസ് എന്തായിരിക്കും? ഫുള്ളി സിൽവേർഡ് ആയിരിക്കും. 105 നമ്മൾ പഠിക്കണം. ഓക്കെ, ഇൻഡെക്സ് ഗ്ലാസ്സിൽ 105 പഠിച്ചേ പറ്റും. അപ്പം ഇൻഡെക്സ് ഗ്ലാസ് ഫുള്ളി സിൽവേർഡ് 105. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ഇൻഡെക്സ് സൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ സൈറ്റ് വന്നിട്ട് 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ ഇൻഡെക്സ് മിററും ഹൊറിസോണ്ടൽ മിററിൻ്റെ ആംഗിൾ വന്നിട്ട് 45 ഡിഗ്രിയാണ്. പിന്നെ ഇൻഡെക്സ് സൈറ്റിൽ നിന്ന് വന്നിട്ട് ഇൻഡെക്സ് മിറർ വന്നിട്ട് 105 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ സൈറ്റിൽ നിന്ന് ഹൊറിസോണ്ടൽ മിറർ വന്നിട്ട് 120 ഡിഗ്രിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ. അപ്പം ഹൊറിസോണ്ടൽ സൈറ്റിൽ നിന്ന് എടുക്കുന്ന ഹൊറിസോണ്ടൽ മിറർ വന്നിട്ട് ഹാഫ് സിൽവേർഡും ഹാഫ് അൺസിൽവേർഡും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ X to Y നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് റേഞ്ചിങ് റോഡ് നമ്മുടെ ഹെച്ചിൻ്റെ നടുക്കാണോ ഇരിക്കുന്നത്, ഹെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ മിററിൻ്റെ നടുക്കാണോ ഇരിക്കുന്നത്, അത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പെർപെൻഡിക്കുലർ എടുക്കാൻ വരുന്ന ആളോട് വന്നിട്ട് ഡിയിൽ നിന്നിട്ട് ഡിന്ന് വൈ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നിൽക്കാനായിട്ട് പറയും. ഓക്കെ, അപ്പോൾ വൈ അല്ല ഇസഡ്. അപ്പോൾ ഇസഡിലിരിക്കുന്ന ആൾ വന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഈ റേഞ്ചിങ് റോഡ് വെക്കുമ്പം ഈ ഹാഫ് സിൽവേർഡ് ഹൊറിസോണ്ടൽ ഗ്ലാസ് ഉണ്ട്, ഹാഫ് സിൽവേർഡ് അൺസിൽവേർഡും അല്ലേ. അപ്പം അവിടെ നിന്ന് നോക്കുമ്പം നമ്മുടെ വൈയിലിരിക്കുന്ന സ്റ്റാഫും ഇസഡിലിരിക്കുന്ന സ്റ്റാഫും ഒരേ ലൈനിലാണോ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുകയാണെങ്കിൽ അവിടെ ആയിരിക്കും കറക്റ്റായിട്ടുള്ള റൈറ്റ് ആംഗിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ആദ്യം വന്നിട്ട് നമ്മൾ എക്സിന്ന് വൈയിൽ രണ്ടാൾക്കാർ നിൽക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇസഡിൽ പോയി അയാൾ നിന്നിട്ട് ഈ എക്സും വൈയിലും ഇരിക്കുന്ന ആൾ കറക്റ്റായിട്ടുള്ള ലൈനിലാണോ ഇരിക്കുന്നത്. അപ്പം ആ സിൽവേർഡ് അൺസിൽവേർഡ് ആ മിററിൽ വന്നിട്ട് ഒരു ലൈനിലാണെന്ന് സ്റ്റാഫ് ഇരിക്കുന്നതെന്ന് അറിയുമ്പോൾ അത് കറക്കണ്ട, ഒരു ലൈനിൽ നിൽക്കുന്നുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ലൈനിൽ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഒപ്റ്റിക്കൽ സ്ക്വയറിൽ റീഡിങ് എടുക്കുന്നത്. ഓക്കെ, ഇതോടെ ഒന്ന് ക്ലാസ് കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ്, അതിൽ നിന്ന് വരുന്ന ലൈമും പിന്നെ മോർട്ടാറും കാണാം. ഓക്കെ, thank you and all the best for your exams.